നമസ്കാരം. കുവൈറ്റ് ജനത്തിന്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുവൈറ്റിലെ തിരുവല്ലക്കാർക്ക് ആവേശം പകർന്ന് തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ബ്ലസ്സി മുഖ്യാതിഥിയായെത്തിയ ഈ മഹാമേള വ്യത്യസ്ത അനുഭവമാണ് നൽകിയത്. പ്രവാസ ലോകത്തെ ഈ കൂട്ടായ്മയുടെ 25 വർഷത്തെ വിജയകരമായ യാത്ര ആഘോഷിച്ച വേദിയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ 25ാം വാർഷികാഘോഷമായ സിൽവർ ജൂബിലിക്ക് വർണ്ണാഭമായ സമാപനം ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് തിരുവല്ല പ്രവാസി അസോസിയേഷൻ തങ്ങളുടെ 25ാം വാർഷികം ആഘോഷിച്ചത്. വലിയ ജനപങ്കാളിത്തമാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. പൊതുസമ്മേളനം പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ബ്ലസ്സി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ പ്രവാസ ലോകത്ത് തിരുവല്ലക്കാരുടെ കൂട്ടായ്മയുടെ താങ്ങും തണലുമായ പ്രവർത്തനങ്ങളെ ബ്ലസ്സി പ്രശംസിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാകാരനെ ആവട്ടെ, പ്രവാചകനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു അത് തിരുവല്ലക്കാർ മാറ്റി എഴുതിയിരിക്കുന്ന ഒരു കഥയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രവാസ ജീവിതത്തിലെ വെല്ലുവിളികളെക്കുറിച്ചും കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ പ്രവാസ ലോകത്തെ സേവന പാതയിൽ ഒരു നാഴികക്കല്ലായി ഈ സിൽവർ ജൂബിലി ആഘോഷം അടയാളപ്പെടുത്തുമെന്ന് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. പ്രശസ്തമായ ഒരു സ്ഥാപനം സ്ഥാപിച്ചു. കായിക രംഗത്ത് തേന്മടത്തിൽ വർഗീസ്, ഒളിമ്പ്യൻ പാപ്പൻ, അദ്ദേഹം 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിനിധീകരിച്ച് തിരുവല്ലയുടെ പ്രശസ്തി. തുടർന്ന് നടന്ന യോഗത്തിൽ രക്ഷാധികാരി KS വർഗീസ്, അൽമുള്ള മാർക്കറ്റിംഗ് മാനേജർ മാത്യു ജോസഫ്, ജനറൽ സെക്രട്ടറി റൈജു ഐരീക്കര, ട്രഷറർ ബൈജു ജോസ്, അഡ്വൈസറി ബോർഡ് ചെയർമാൻ റജി കോരുത്ത്, ജനറൽ കൺവീനർ ഷിജു വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. വനിതാവേദി പ്രതിനിധികളായ ലീന റജി, ലിജു ജിന്നു, ജൂലി അലക്സ് എന്നിവർ സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങളിൽ വനിതാ കൂട്ടായ്മയുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചു. കൺവീനർമാരായ അലക്സ് കാറ്റോട്, ടിൻസി ഇടിക്കുള, എബി തോമസ് ഉൾപ്പെടെയുള്ള വിപുലമായ കമ്മിറ്റിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. സ്നേഹം നിറഞ്ഞ KS വർഗീസ് സാർ, ആശംസ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഹോദര സംഘടനയായ വനിതാവേദി, ഞാൻ പ്രതിനിധീകരിക്കുന്ന വനിതാവേദിയിലെ ഓരോ അംഗങ്ങളുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഇനിയും ജീവതാളം നീ പ്രളയിലീ നീലരാവിലെ സ്നേഹവീതിയിൽ. സമ്മേളനത്തിന് ശേഷം നടന്ന ഗാനസന്ധ്യയും മറ്റു കലാപരിപാടികളും സിൽവർ ജൂബിലിക്ക് മാറ്റുകൂട്ടി. നാട്ടിൽ നിന്നുമെത്തിയ പ്രമുഖ കലാകാരന്മാരായ സുമേഷ് അതിരൂർ, പ്രിൻസ് ചൂരനാട്, RJ ജോബി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൂടാതെ കുവൈറ്റിലെ പ്രശസ്ത ഗായകൻ മുബാറക് അൽ റാഷിദും ഗാനസന്ധ്യയിൽ പങ്കെടുത്തത് കാണികൾക്ക് വേറിട്ട അനുഭവമായി. മുരഹരനുണർന്നു സർഗം തുടർന്നു കരയിതൊരു സ്വർഗം വിടർന്നു മധുര മധു. ചോദിച്ചപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് തെന്നിന്ത്യൻ സിനിമയുടെ ചലച്ചിത്ര സംവിധായകൻ, തിരുവല്ലക്കാരുടെ അഭിമാനം ശ്രീ ബ്ലസ്സി സാറാണ്. നമ്മൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയും അദ്ദേഹം നമുക്ക് വരാമെന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ നമ്മൾ കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് അദ്ദേഹം എത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രിയതമയോടൊപ്പം ഇന്ന് ഈ മീറ്റിങ്ങിൽ. പ്രവാസ ജീവിതത്തിൽ നാടിന്റെ ഓർമ്മകൾക്ക് കരുത്ത് പകരുന്ന തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ സിൽവർ ജൂബിലി ആഘോഷം പ്രവാസ ലോകത്തെ ഒരു പ്രധാന സാംസ്കാരിക ഇവന്റായി മാറി. സദനലതികയണിഞ്ഞ സംഗീത
പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന ഘടകം NRI സെല്ലിന് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. NRI സെൽ കൺവീനറായി രമേശൻ മാണിക്കോത്തും സഹ കൺവീനർമാരായി ഹരി ബാലരാമപുരം, സജീവ് പുരുഷോത്തമൻ എന്നിവർ ചുമതലയേറ്റു. കഴിഞ്ഞ ദിവസമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ വിവിധ സെല്ലുകളിലേക്ക് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. പ്രവാസികളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രവാസി സെല്ലിന്റെ കൺവീനറായും കോ കൺവീനർമാരായും പുതിയ അംഗങ്ങൾ ചുമതലയേറ്റു. കൺവീനറായി രമേശൻ മാണിക്കോത്ത്, കോ കൺവീനർമാരായി ഹരി ബാലരാമപുരം, സജീവ് പുരുഷോത്തമൻ എന്നിവരാണ് ഭാരവാഹികൾ. ലീഗൽ സെൽ, മെഡിക്കൽ സെൽ ഉൾപ്പെടെയുള്ള മറ്റ് വിവിധ സെല്ലുകളിലേക്കുള്ള ഭാരവാഹികളെയും BJP സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതാണ് പുതിയ നിയമനങ്ങൾ. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള പുതിയ സെല്ലിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. പ്രവാസികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരുടെ പ്രശ്നങ്ങൾ സജീവമായി ഇടപെടാൻ പുതിയ ഭാരവാഹികളുടെ നിയമനം പാർട്ടിക്ക് കരുത്തേകുമെന്നാണ് വിലയിരുത്തൽ. CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ 3ാം ചരമവാർഷിക ദിനത്തിൽ കലാകുവൈറ്റ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് മാത്യു ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ അബു ഖലീഫ മേഖലാ സെക്രട്ടറി KG സന്തോഷ് അനുസ്മരണക്കുറിപ്പ് അവതരിപ്പിച്ചു. J. സജി, R. നാഗനാഥൻ, CK നൌഷാദ് എന്നിവർ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി TV ഹിക്മത്ത് സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് ട്രഷറർ PB സുരേഷ് നന്ദി രേഖപ്പെടുത്തി. കുവൈറ്റ് മുബാറക് അൽ കബീർ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം നഴ്സുമാർ ഓണാഘോഷം സംഘടിപ്പിച്ചു. നഴ്സുമാരായ ആൽബിൻ, സിന്ധി, സിമി, സജിത് എന്നിവരുടെ നേതൃത്വത്തിൽ പൊന്നോണം എന്ന പേരിൽ എല്ലാ കുടുംബാംഗങ്ങളോടൊപ്പം നടന്ന ഓണാഘോഷം സീനിയർ നഴ്സുമാരായ ഫെബിൻ, റോബിൻ, വത്സ, റെനി, പ്രീതി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വിവിധങ്ങളായ കലാപരിപാടികളും വടംവലി ഉൾപ്പെടെയുള്ള കായിക മത്സരങ്ങളോടുകൂടിയ ഓണാഘോഷം വർണ്ണാഭമായിരുന്നു. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം കുവൈറ്റ് ചാപ്റ്ററിന്റെ 6ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വൈഷ്ണവം എന്ന പരിപാടിയുടെ ഫ്ലയർ പ്രകാശനം ചെയ്തു. കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ജയകൃഷ്ണക്കുറുപ്പ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി PG ബിനു, KGL എനർജി സൊല്യൂഷൻ ഡയറക്ടർ ഹരിപ്രസാദ് മണിയന് നൽകിയാണ് ഫ്ലയർ പ്രകാശനം ചെയ്തത്. ഒക്ടോബർ 31 വെള്ളിയാഴ്ച വൈകുന്നേരം 3:30 മുതൽ അബ്ബാസിയ IES ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക. വൈസ് പ്രസിഡന്റ് ഷനീൻ വേങ്കളത്ത് സ്വാഗതവും ട്രഷറർ KT ഗോപകുമാർ നന്ദിയും പറഞ്ഞു. റസാനോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുക്കുന്ന മലയാളം സിനിമ ക്യാപ്റ്റൻ നിക്കോളാസിന്റെ പൂജ ഫാഹിൽ വേദാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സാമൂഹ്യ പ്രവർത്തകൻ സത്താർ കുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ സിനിമയുടെ പോസ്റ്റർ നാടക പ്രവർത്തകൻ ബാബുജി ബത്തേരി പ്രകാശനം ചെയ്തു. സാബു സൂര്യചിത്രയാണ് ഷെറിൻ മാത്യു നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. പൂർണ്ണമായും കുവൈറ്റിൽ ചിത്രീകരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും. അദ്വൈതം കുവൈറ്റിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 98ാമത് സമാധി ദിനം ആചരിച്ചു. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ സമൂഹ പ്രാർത്ഥനയും ഗുരുപുഷ്പാഞ്ജലിയും ഗുരുഭാഗവത പാരായണവും സമാധി ദിന സന്ദേശവും അനുഗ്രഹ പ്രഭാഷണവും ശേഷം അന്നദാനവും നടന്നു. കുവൈറ്റ് ക്യാൻസർ കെയർ സെന്റർ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിലെ നഴ്സുമാരുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ധന്യ മുകേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്തു. മാവേലി, തിരുവാതിര, കുട്ടികളും മുതിർന്നവരും ചേർന്നൊരുക്കിയ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ജിൻസി ചെറിയാൻ നന്ദി പറഞ്ഞു. കണ്ണൂരിന്റെ കലാ സാംസ്കാരിക പൈതൃകം കുവൈറ്റിന്റെ മണ്ണിൽ പുനരവതരിപ്പിച്ചുകൊണ്ട് കണ്ണൂർ എക്സ്പാറ്റ്സ് അസോസിയേഷൻ തങ്ങളുടെ 13ാം വാർഷികാഘോഷമായ കോലത്തുനാട് മഹോത്സവം സംഘടിപ്പിക്കുന്നു. നാട്ടിൽ നിന്നും എത്തുന്ന കലാകാരന്മാർ നയിക്കുന്ന ഗാനസന്ധ്യയും നൃത്തവിരുന്നും മഹോത്സവത്തിന് ആകർഷകമാകും. വെള്ളിയാഴ്ച അബ്ബാസിയ ആസ്പിയർ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 4 മണി മുതലാണ് പരിപാടികൾക്ക് തിരിതെളിയുക. നാട്ടിൽ നിന്നും എത്തുന്ന മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻമാരായ ആബിദ് കണ്ണൂർ, ആദിൽ അത്തു, ശ്വേത അശോക്, ഫാത്തിമ എന്നിവർ അണിയിച്ചൊരുക്കുന്ന ഗാനസന്ധ്യ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. പ്രൊഫഷണൽ ഡാൻസ് ഗ്രൂപ്പുകളുടെ നൃത്തവിരുന്നും സാംസ്കാരിക സമ്മേളനവും മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂരിലെ പ്രവാസി സമൂഹത്തിന് കലയുടെയും സംസ്കാരത്തിന്റെയും ഒരുമയുടെയും വേദിയൊരുക്കുക എന്നതാണ് കോലത്തുനാട് മഹോത്സവത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് വിനയൻ അഴിക്കോട്, ജനറൽ സെക്രട്ടറി റാഷിദ് ഇബ്രാഹിം, രക്ഷാധികാരിയും പ്രോഗ്രാം ചെയർമാനുമായ മധു മാഹി, പ്രോഗ്രാം കോർഡിനേറ്റർ ഖാലിദ് മാക്, വനിതാ ചെയർപേഴ്സൺ സുശീല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുവൈറ്റ് KMCC തൃശൂർ ജില്ലാ സമ്മേളനത്തിന് സമാപനം. KMCCയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. KM സീതി സാഹിബിന്റെ പേരിലുള്ള 2ാമത് അവാർഡുകൾ തങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ CH സെന്ററിന് വേണ്ടി KMCC നൽകുന്ന 10 ലക്ഷം രൂപയുടെ ചെക്കും ചടങ്ങിൽ കൈമാറി. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. KMCC ജീവകാരുണ്യ മേഖലയിൽ നടത്തുന്ന സമാനതകളില്ലാത്ത സേവന പ്രവർത്തനങ്ങൾ ലോകത്തിന് മാതൃകയാണെന്ന് മുനവർ അലി തങ്ങൾ അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് ഹബീബുള്ള മുറ്റിച്ചൂർ അധ്യക്ഷത വഹിച്ചു.
തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച കേരള നിയമസഭയുടെ മുൻ സ്പീക്കർ KM സീതി സാഹിബിന്റെ പേരിലുള്ള 2ാമത് അവാർഡുകൾ ചടങ്ങിൽ വെച്ച് തങ്ങൾ സമ്മാനിച്ചു. ഡോക്ടർ മുസ്തഫ സയ്യിദ് അഹമ്മദ് അൽ മൊസവി, സീഷോർ മുഹമ്മദ് അലിക്ക് വേണ്ടി മകൻ നിസാം മുഹമ്മദ് അലി സീഷോർ എന്നിവരാണ് അവാർഡുകൾക്ക് അർഹരായവർ. തൃശൂർ ജില്ലാ KMCC നടത്തിവരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. തൃശൂർ CH സെന്ററിന് വേണ്ടി തൃശൂർ ജില്ലാ KMCC നൽകുന്ന 10 ലക്ഷം രൂപയുടെ ചെക്ക് ജില്ലാ ഭാരവാഹികൾ മുനവർ അലി തങ്ങൾക്ക് കൈമാറി. സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ സുവനിയർ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ മുസ്തഫ ഹംസയ്ക്ക് നൽകിയ മുനവർ അലി തങ്ങൾ പ്രകാശനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, ജനറൽ സെക്രട്ടറി PM അമീർ, മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മീരാൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു. KMCC സ്റ്റേറ്റ് പ്രസിഡന്റ് സയ്യിദ് നാസർ അൽ മഷ്ഹൂർ തങ്ങൾ, ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി, ട്രഷറർ ഹാരിസ് പള്ളിയോത്ത്, വൈസ് പ്രസിഡന്റ് ഫാറൂഖ് ഹമദാനി, മെട്രോ ഗ്രൂപ്പ് MD മുസ്തഫ ഹംസ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി ചെറുതുരുത്തി സ്വാഗതവും ട്രഷറർ അസീസ് പാടു നന്ദിയും പറഞ്ഞു. പ്രശസ്ത ഗായകൻ ഉസ്താദ് അഷറഫ് പാലപ്പെട്ടി നയിച്ച സൂഫി സംഗീത നിശയോടെ സമ്മേളനം സമാപിച്ചു. ഭാരതീയ വിദ്യാഭവൻ ഇന്നർ എഡ്യൂക്കേഷൻ സ്കൂളിന് അഭിമാന നിമിഷം സമ്മാനിച്ച് യുവ ഷട്ടിലർമാർ CBSE നാഷണൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രമെഴുതി. രാജ്യത്തുടനീളമുള്ള മികച്ച കളിക്കാർക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഭവൻസ് വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് ശ്രദ്ധേയരായി. ഈ അഭിമാന നിമിഷത്തിന്റെ നെറുകയിൽ നിൽക്കുന്നത് ആദിത്യ K അനിൽകുമാറാണ്. അണ്ടർ 19 മിക്സഡ് ഡബിൾസിൽ ആദിത്യ വെള്ളി മെഡൽ നേടി. ആവേശകരമായ ഫൈനലിൽ സ്വർണം നേടുന്നതിൽ നിന്നും 3 പോയിന്റ് മാത്രം അകലെയായിരുന്നു ആദിത്യ. എങ്കിലും അദ്ദേഹത്തിന്റെ കായികക്ഷമതയും നിശ്ചയദാർഢ്യവും കാണികളുടെയെല്ലാം പ്രശംസ നേടി. കുവൈറ്റിൽ നിന്ന് ദേശീയ വേദിയിലേക്കുള്ള ആദിത്യയുടെ ഈ യാത്ര കായിക നേട്ടത്തിനപ്പുറം സമർപ്പണത്തിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും കഥയായി മാറി. മെഡൽ നേടി തിരികെ എത്തിയ ടീമംഗങ്ങൾക്ക് വിപുലമായ സ്വീകരണ ചടങ്ങാണ് സ്കൂൾ അധികൃതർ ഒരുക്കിയിരുന്നത്. ടീം ഇനങ്ങളിലും ഭവൻ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അണ്ടർ 14 ആൺകുട്ടികളുടെ ടീം ലിയാൻ ഫെൻറ്റിൻഡോ, റാൻസ്റ്റൺ ലോബോ, ശ്രാവൺ ഗുരു, അയാൻ മുഹമ്മദ് എന്നിവരടങ്ങിയ സംഘം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് രാജ്യത്തെ മികച്ച 8 ടീമുകളിൽ ഇടം നേടി. അതേസമയം അണ്ടർ 19 പെൺകുട്ടികളുടെ ടീമും നേഹ സൂസൻ ബിജു, സുമിത്ര മുരുകയ്യൻ, നിവേദിത വിനോദ് ശർമ്മ, ആമിന ഖിയാസ് പലേക്കർ എന്നിവർ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ദേശീയതലത്തിൽ മികച്ച 8 ടീമുകളിലൊന്നായി ഭവൻസിനെ ഉയർത്തി. വ്യക്തിഗത ഇനത്തിൽ നേഹ സൂസൻ ബിജു ടൂർണമെന്റിലെ 1ാം സീഡിനെതിരെ ഒറ്റ പോയിന്റിന് മാത്രം പരാജയപ്പെട്ട പ്രകടനം ശ്രദ്ധേയമായി. സുമിത്ര മുരുകയ്യൻ മിക്സഡ് ഡബിൾസിൽ ക്വാർട്ടർ ഫൈനലിൽ വരെ എത്തി. ഈ വിജയം കഠിനാധ്വാനം ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും പ്രചോദനമാകുമെന്ന് പ്രിൻസിപ്പൽ ആനന്ദ് വിക്ടർ പറഞ്ഞു. ബാഡ്മിന്റൺ കോച്ച് മാത്തിയാഴകൻ, മറ്റ് കായിക അധ്യാപകർ എന്നിവർക്ക് മികച്ച പരിശീലനത്തിന് നന്ദി അറിയിച്ചു.
ഈ നേട്ടങ്ങൾ അച്ചടക്കത്തിന്റെയും ടീം വർക്കിന്റെയും പോരാട്ട വീര്യത്തിന്റെയും പ്രതിഫലനമാണെന്ന് സ്കൂൾ അധികൃതർ അഭിപ്രായപ്പെട്ടു. ചെയർമാൻ NK രാമചന്ദ്ര മേനോൻ, പ്രിൻസിപ്പൽ ആനന്ദ് വിക്ടർ, SLT അംഗങ്ങൾ എന്നിവർ മെഡൽ ജേതാക്കളെയും ടീം അംഗങ്ങളെയും അനുമോദിച്ചു. കുവൈറ്റ് ജനത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.